നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശദമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഇത്തരണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. 21 ജൂലൈ 2024 കൃഷ്ണശിലയായി എന്ന എൻ്റെ എപ്പിസോഡ് തുടങ്ങുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വന്ന് താമസിക്കുകയും സംസാരിക്കുകയും ചെയ്ത പത്മവിഭൂഷൺ നേടിയ, ദേശീയോത്തമ ബിരുദം നേടിയ വിശ്വഭാരതി സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഡോക്ടർ ജി രാമചന്ദ്രനെ കുറിച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭാരതരത്നം നേടിയ MS സുബ്ബലക്ഷ്മി, ഭാരതരത്നം നേടിയ ഭീംസെൻ ജോഷി, ഭാരതരത്നം നേടിയ പണ്ഡിറ്റ് രവിശങ്കർ, അങ്ങനെ തുടങ്ങി സിനിമയിലെയും സാഹിത്യത്തിലെയും 100ഓളം പേരുടെ പേരുമായി കണ്ടതും സംസാരിച്ചതും എൻ്റെ സാഹിത്യ സൃഷ്ടികൾക്ക് അവതാരി എഴുതിയതും എഴുതിത്തന്നവരും എഴുതാൻ വേണ്ടി ചെന്ന് കണ്ടവരും, അങ്ങനെ 100ഓളം പേരുടെ ഓർമ്മപ്പെടുത്തലുകൾ, അവരുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 100 എപ്പിസോഡ് തികഞ്ഞു എന്നറിയുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഏകദേശം 50,000 പേർ ഇതുവരെ കണ്ടു കഴിഞ്ഞു. 100 പേർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതിലുപരി കുറേയധികം ഫോൺ കോളുകൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലെ ചില ചോദ്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആര് നമ്മളെ ഇകഴ്ത്തിയാലും ആര് നമ്മളെ പുകഴ്ത്തിയാലും കാലമാണ് എല്ലാം നിർണ്ണയിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിയാലും, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയാലും, എൻ്റെ നേർക്കാഴ്ചയിൽ, എൻ്റെ ചിന്തയിൽ ആരോടും അമിതമായിട്ടുള്ള സ്നേഹവും അമിതമായിട്ടുള്ള വെറുപ്പും ഞാൻ വെച്ച് പുലർത്താറില്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ തരത്തിലാണ്. അത് ഉൾക്കൊള്ളുക എന്ന് മാത്രം. ഇനിയും 400 പേർ, അവരെക്കുറിച്ചൊക്കെ ഞാൻ തുടർച്ചയായി നിങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ കണ്ടുമുട്ടിയ, അതാണ് പറഞ്ഞത്, 35 വർഷക്കാലം എന്ന് പറയുന്ന ഒരു ചെറിയ പീരീഡല്ല. ഒരാളുടെ ജീവിതത്തിലെ വളരെ വിലയേറിയ സമയങ്ങളാണത്. ആ 35 വർഷത്തിനുള്ളിൽ ഞാൻ കണ്ടുമുട്ടിയ ധാരാളം പേർ. അപ്പോൾ ഈ ജൂലൈ മുതൽ തുടങ്ങിയ ഇതിൻ്റെ 100ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. 100ാമത്തെ എപ്പിസോഡിൽ പ്രശസ്ത ചലച്ചിത്ര നടൻ കരമന ജനാർദ്ദനൻ നായരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. 101ാമത്തെ എപ്പിസോഡുകൾ തുടങ്ങുന്നു. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇങ്ങനൊരു ഇത് ഇടാൻ തുടങ്ങിയത് ഒരു 6-7 ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെയാണ്. ആരാണ് എഴുതിയത്, എന്താണ് എഴുതിയത്, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുക നടത്തുന്ന അപേക്ഷ. കാരണം അവരുടെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ കുത്തി മുറിവേൽപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ സ്നേഹത്തോടെ പ്രതികരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക തലമുണ്ടാകും. എല്ലാ ചോദ്യങ്ങളും 1, 2, 3, 4 എന്ന് പറയുന്നില്ല. അതിലെ ചില ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു: നിങ്ങൾ, ഞങ്ങൾക്കൊരു തലവേദനയാണല്ലോ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി അന്ന് കണ്ടു ഇന്ന് കണ്ടു, അതിൽ ഏറിയ പങ്കും മരിച്ചുപോയവർ. അപ്പോൾ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്തില്ല? അപ്പോൾ അവരെന്ത് പറഞ്ഞു എന്ന് അവർക്ക് വേണമെങ്കിലും ചോദിക്കാമല്ലോ എന്നതാണ് കാര്യമാത്ര പ്രസക്തമുള്ള ഒരു ചോദ്യം.
അതിനുള്ള മറുപടിയിൽ എനിക്ക് പറയാനുള്ളത്, എത്രയോ 10-30 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് എൻ്റെ ചിന്തയിൽ ഉദിച്ച ഒരു പുതിയ പരമ്പര അവതരിപ്പിക്കണം എന്ന് തോന്നിയത്. തോന്നലുകൾ എപ്പോഴും നമുക്കുണ്ടാവാമല്ലോ. അത് ഓരോരുത്തർ ഉൾക്കൊള്ളുന്ന രീതി ഓരോ തരത്തിലാണ്. ഇതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ചും അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരുപാട് നിരവധി പേരെക്കുറിച്ചും ഞാൻ ഓരോ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നതും ഇനിയുള്ള എപ്പിസോഡുകൾ പറയാൻ പോകുന്നതും പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ എം മുകുന്ദനെക്കുറിച്ചും പ്രശസ്ത ചെറുതാകൃത്ത് ടി പത്മനാഭനെക്കുറിച്ചും അങ്ങനെ ധാരാളം പേരെക്കുറിച്ചാണ്. അവരെല്ലാം ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊന്ന്, നിങ്ങൾ 4-5 ഡോക്യുമെൻ്ററി ചെയ്തു, ടെലിവിഷൻ പടം ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. കുറേ ആൽബം ഗാനങ്ങൾ നിങ്ങൾ എഴുതി, 3-4 ഹ്രസ്വചിത്രങ്ങൾ നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണോ നിങ്ങൾക്കൊരു ചലച്ചിത്രം സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ കഴിയാത്തത്? അങ്ങനെ ചോദിച്ചവരുമുണ്ട്. സിനിമ എന്നുള്ള പ്രപഞ്ചത്തിൽ നമ്മൾ കടന്നു വരികയും അതിനുവേണ്ടി യത്നിക്കുകയൊക്കെ ചെയ്യാൻ ഒരുപാട് കാലം വേണം. ഒരു കവിത എഴുതുന്നത് പോലെയോ ഒരു നോവൽ എഴുതുന്നത് പോലെയോ അല്ല ഒരു സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ നിർവഹിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളും ലക്ഷങ്ങൾ മുടക്കുന്ന പ്രൊഡ്യൂസറും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. സംവിധായകൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളും നിർമ്മാതാവിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. പ്രശസ്തി എന്ന് പറയുന്നത് കള്ളിമുള്ള് കയ്യിലെടുത്ത് വെച്ച് അമർത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന എങ്ങനെയാണോ അതുപോലെയാണ് പ്രശസ്തി. നമ്മളെ കാണുന്നത്, നമ്മൾ പ്രശസ്തിയെ കാണുന്നത്. നിങ്ങൾ അവരെ കണ്ടു, ഇവരെ കണ്ടു, മറ്റവരെ കണ്ടു, എന്തുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഫുൾഫിൽ ആവുന്നില്ല എന്ന് ഉള്ള ചോദ്യത്തിന് 2 ചലച്ചിത്രങ്ങൾ, ഒന്ന് തമിഴിലും ഒന്ന് മലയാളത്തിലും 5-6 വർഷത്തെ പരിശ്രമം കൊണ്ട് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അതിന് ക്യാമറ ചലിപ്പിക്കുന്നത് പ്രശസ്ത ഛായാഗ്രഹനായ കാർത്തിക് എസ് നായരാണ്. പ്രശസ്ത ഗായകരായ പന്തളം ബാലനും ആലിസ് ഉണ്ണികൃഷ്ണനും പ്രശസ്ത ഗായിക ലതിക ടീച്ചറും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് പഠിപ്പിക്കണം. പാലക്കാട് ആണ് അതിൻ്റെ ലൊക്കേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ 4-5 വർഷം കൊണ്ട് അശ്രാന്ത പരിശ്രമത്തിലാണ് ഒരു ചെറിയ തമിഴ് ചിത്രം, സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു തമിഴ് ചിത്രവും സ്നേഹത്തിൻ്റെ കഥ പറയുന്ന വേറൊരു മലയാളം ചിത്രം, രണ്ടും വളരെ ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. പലരുമായും പല നിർമ്മാതാക്കളുമായും ഒക്കെ സംസാരിക്കുന്നു. ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല. എങ്കിലും സംവിധായകൻ ആകാനുള്ള പരിശ്രമത്തിൽ അത് ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് തന്നെ കരുതാം. അതിനു വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോഴും തുടരുന്നു. സിനിമ ചെയ്ത് സമ്പത്ത് ഒരുപാടുണ്ടാക്കി രാജകീയമായി ജീവിക്കാം എന്നുള്ള മോഹമൊന്നും എനിക്കില്ല. നമ്മുടേതായിട്ടുള്ള നമുക്കറിയാവുന്ന കാര്യം ചെയ്ത് നമ്മുടെ മനസ്സിന് സംതൃപ്തിയും സമാധാനവും കണ്ടെത്തുക, ഒപ്പം അതുവഴി
കുറേ ആൾക്കാരുടെ ജീവിതവും പച്ചപിടിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത്രയധികം ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. പത്മശ്രീയും പത്മവിഭൂഷണും നേടിയ നൂറുകണക്കിന് ആൾക്കാരുമായി കാണാനും സംസാരിക്കാനും കഴിഞ്ഞതും ഇന്ത്യയിൽ കലാലോകത്ത് 6-7 പേർക്ക് കിട്ടിയ ഭാരതത്തിൽ 3-4 പേരെ കാണാനും സംസാരിക്കാനും ഇടം കിട്ടിയതും ലോകപ്രശസ്ത സംവിധായകനായ മൃണാൾ സെൻ തുടങ്ങിയ ആൾക്കാരെ കണ്ട് സംസാരിക്കാനും, സായി പരഞ്ച്പയെയും ഗിരീഷ് കാസറവള്ളിയെയും അങ്ങനെ തുടങ്ങിയ അടൂർ ഗോപാലകൃഷ്ണനെയും ഷാജിയൻ ഗഡുണിനെയും അങ്ങനെ നിരവധി പേരെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതും ഒരു വലിയ കാര്യം തന്നെയാണ്. ഹോളിവുഡ് ചിത്രത്തിൽ വരെ അഭിനയിച്ച ഓംപുരി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ഒരു കഥ കേട്ടിട്ട് അതിൽ കാശൊന്നും ഇല്ലാതെ അഭിനയിക്കാം എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ സംഗീത ചക്രവർത്തി അന്തരിച്ച നൗഷാദ്, നിങ്ങൾ ചിത്രം ചെയ്യുകയാണെങ്കിൽ 1 രൂപ പോലും പ്രതിഫലം തരാതെ നിങ്ങളുടെ ചിത്രത്തിന് സംഗീതം ചെയ്യാം എന്ന് പറഞ്ഞതും എൻ്റെ കഥ പറച്ചിലിൻ്റെ രീതിയും എന്നിലുള്ള വിശ്വാസം കൊണ്ട് ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് പ്രോജക്റ്റ് നടന്നില്ല, അത് കാലമാണ് നിശ്ചയിക്കേണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കുന്നു, നമ്മളൊന്ന് തീരുമാനിക്കുന്നു, നടക്കാം, നടക്കാതിരിക്കാം. പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഒരുപാട് കടമ്പകളുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു പരമ്പര ചെയ്യുമ്പോൾ ഇതിൽ എത്രയോ പേരെക്കുറിച്ച് എത്രയോ കാര്യങ്ങളാണ് അനുഭവവേദ്യമാക്കിയത്. ഒരു വ്യക്തിയുടെയും വ്യക്തിഗത ജീവിതത്തെ ഞാൻ സ്പർശിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ വ്യക്തിഗത ജീവിതം ഓരോ തരത്തിലാവാം. അതിൻ്റെ പിന്നാമ്പുറമൊന്നും തേടിപ്പിടിക്കേണ്ട ബാധ്യതയും അവരെ മോശക്കാരായി ചിത്രീകരിക്കേണ്ട ബാധ്യതയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഓരോ വ്യക്തിയെയും കണ്ടപ്പോൾ അവരുടെ പെരുമാറ്റം, അവർ നമ്മളോട് എങ്ങനെ പെരുമാറി, അതാണ് ഇതിലെ വിഷയം. പെരുമാറ്റം ഒരു വലിയ ഘടകമാണ്. ആദരവ് കൊടുത്ത് ആദരവ് നേടുക എന്ന് പറയുന്നതിൽ യുക്തിയുണ്ട്. ഒരു 100ഓളം പേരെ ഞാൻ ഇതിൽ അവതരിപ്പിച്ചു. ആ 100 പേരെക്കുറിച്ചും എൻ്റെ മനസ്സിലുണ്ടായ ചലനങ്ങളും ചിന്തകളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നിന് നമ്മൾ പുറപ്പെടുമ്പോൾ ഒരുപാട് വൈതരണികൾ നേരിടേണ്ടി വരും. അപ്പോൾ അതെല്ലാം സഹിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. വലിയ കഴിവുണ്ടെന്ന് ഘോരഘോരം പ്രസംഗിക്കുകയല്ല. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തോട് ജീവിക്കാനുള്ള കാശ് ചോദിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം വേണമോ എന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നില്ല. നിങ്ങൾ ഒരു സാഹിത്യകാരനാണെങ്കിൽ നിങ്ങളെ വിലമതിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ സൃഷ്ടികളെ വിലമതിക്കുന്നതുകൊണ്ടും ആണ് എഴുതി തുടങ്ങുന്നവർ വന്ന് നിങ്ങളെ കാണുന്നതും നിങ്ങളെ കൊണ്ടൊരു അവതാരികയോ ആമുഖമോ വിമർശനമോ എഴുതാൻ പരിശ്രമിക്കുന്നതും. അപ്പോൾ എന്നോട് ഒരു വ്യക്തി ചോദിച്ചത്, നിങ്ങൾ എവിടെയും ഹുങ്കോടുകൂടിയാണല്ലോ സംസാരിക്കാറ്. അതിനുള്ള മറുപടി, ഞാൻ ഒരു സാഹിത്യകാരനെയോ അല്ല ഒരു കലാകാരനെ കാണുമ്പോഴോ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവരോട് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാറില്ല. പിന്നെ ചിലരോട് നമ്മൾ പറയുന്നു, അത് അത്രമാത്രം അടുപ്പമുള്ളതുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ സൃഷ്ടി വായിച്ചിട്ട് നല്ലതെന്നോ ചീത്തതെന്നോ നിങ്ങൾ എന്തെഴുതിയാലും ഞാനത് അതേപടി അക്ഷരം വിടാതെ പ്രസിദ്ധീകരിച്ച് ചേർക്കും. ഒരു വായനക്കാരനാണ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ് ഒരു സൃഷ്ടി വിലയിരുത്തുമ്പോൾ അതിന് ഓരോ തലങ്ങൾ കാണും. എത്ര മികച്ചതെന്ന് എഴുതിയാലും വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ചലനങ്ങൾ ആണ് വലുത്. അത് ഒരുപാട് ഇടങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജ്ഞാനപീഠം നേടിയ
തകഴിയും ജ്ഞാനപീഠം നേടിയ MTയും ജ്ഞാനപീഠം നേടിയ അക്കിത്തവും ജ്ഞാനപീഠം നേടിയ ONVയും അങ്ങനെ നിരവധി പേരെ ഈ കാലത്തിനുള്ളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ഓർമ്മകളാണ്, അന്ന് അവരുമായി സംസാരിച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വിശദീകരിച്ച ശങ്കജം എന്നുള്ള നോവൽ സ്പാർക്ക് മീഡിയയിലൂടെ 38 എപ്പിസോഡുകളായിട്ട് അവതരിപ്പിച്ചപ്പോൾ അതൊരു നൂതന പ്രവണതയാണെന്ന് പലരും ശ്ലാഘിച്ചു. ആ ഒരു നോവലിന് അവതാരിക എഴുതാൻ വേണ്ടി മലയാളത്തിലെ ഒരുപാട് പ്രശസ്തരെയും അതൊന്ന് പ്രസിദ്ധീകരിച്ച് കാണാൻ അത് പാഴ്സൽ അയച്ച വകയിൽ തന്നെ നല്ലൊരു തുക ചിലവായിട്ടുണ്ട്. മലയാളത്തിലെ ഒന്നാംകിട പത്രങ്ങളിലൊക്കെ അത് അയച്ചിട്ടും അതിനൊരു ചെറിയ പരിഗണന പോലും കിട്ടാതെ തിരിച്ചു കിട്ടിയ ആ നോവൽ ലോകപ്രശസ്ത പബ്ലിഷറായ cyberbit.net പബ്ലിഷ് ചെയ്യുകയും അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും തുടങ്ങി 15ഓളം ഓൺലൈൻസിൽ ആ പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകവും വാങ്ങാനുള്ള ഒരു വഴിയും തുറന്നു. എത്രയോ പേരുടെ മുന്നിൽ ആ നോവലിനൊരു ആമുഖം എഴുതാൻ വേണ്ടി പരിശ്രമിച്ച കഥകൾ നോക്കിയാൽ തന്നെ ഒരു 500 എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് വൈതരണികൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട്. ഒരുപാട് പേരോട് സിനിമയിൽ അഭിനയിക്കണം ഇന്നല്ല, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്വന്തമായി ചെയ്യാനുള്ള തലത്തിൽ അഹങ്കാരത്തോടെയല്ല പറയുന്നത്, പലരും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ദൃഢനിശ്ചയം വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ ഒത്തിരി നമ്മൾ പരിശ്രമിക്കണം, ഒത്തിരി നമ്മൾ യത്നിക്കണം. 4-5 വർഷക്കാലത്തെ പരിശ്രമം കൊണ്ടാണ് രാവും പകലും ഉറക്കമളഞ്ഞ് ഒരുപാട് പേരെ കണ്ട് ചിന്തിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി മലയാളത്തിലും തമിഴിലും ഓരോ ചെറിയ ചിത്രങ്ങൾ ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. പക്ഷെ അതിന് പൂർത്തീകരണത്തിൻ്റെ ഒരു 50% കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഈ സാഹിത്യത്തെക്കുറിച്ചും സാഹിത്യകാരന്മാരെ കണ്ടതിനെക്കുറിച്ചും കലാകാരന്മാരെ കണ്ടതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരുടെയും വ്യക്തിജീവിതത്തെ ചികഞ്ഞ് പരിശോധിക്കലല്ല, മറിച്ച് അവരെ നമ്മൾ കണ്ടപ്പോൾ അവരെങ്ങനെ പ്രതികരിച്ചു, അവരെങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്തു, എങ്ങനെ പെരുമാറി. കാലം കഴിയുമ്പോൾ മറ്റുള്ളവരും ഒരാൾ തന്നോടൊരു സഹായം ചോദിക്കുമ്പോൾ നമ്മളെങ്ങനെ പ്രതികരിച്ചു എന്നത് അവർ വിളിച്ചു പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്രയുമൊക്കെ ഞാനിവിടെ പറഞ്ഞു. 100 എപ്പിസോഡുകൾ പൂർത്തിയാക്കാനും ഒരുപാട് പേർ കാണാനും കമൻറ്റുകൾ ഇടാനും ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്നവരും തെറി വിളിച്ചവരും ഒക്കെ ഉണ്ട് ഇക്കൂട്ടത്തിൽ. കാണാൻ കഴിയുന്നവർ കാണുക, കാണാൻ കഴിയാത്തവർ കാണാതിരിക്കുക. പക്ഷേ ഞാൻ കണ്ട വിസ്മയിപ്പിക്കുന്ന, ഓർമ്മിക്കുന്ന ഒരുപാട് പേർ, അവരെക്കുറിച്ചിട്ടാണ് ഇനിയും നൂറുകണക്കിന് ആൾക്കാർ. ലിസ്റ്റ് വായിച്ചാൽ തീരില്ല, അത്രമാത്രം പേരുണ്ട്. കാരണം കാലം 30-35 കൊല്ലമാണ്. മലയാള സാഹിത്യത്തിലെയും സിനിമയിലെയും അങ്ങനെ നിരവധി പേർ അവരെ കണ്ട ആ അനുഭവങ്ങൾ ഓർമ്മിച്ചെടുത്ത് പഴയ കാലത്ത് ഡെയിലി റൊട്ടീൻസ് കുറിക്കാറുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും അനുഭവങ്ങളും കണ്ടവരെയും അതേക്കുറിച്ച് അതൊക്കെ തിരഞ്ഞു പിടിച്ച് പറഞ്ഞതും മറ്റും ഓർത്തെടുത്ത് പേപ്പറുകളിൽ കുറിച്ച് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ച് അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് 10, 15, 20 മിനിറ്റ് ഓരോരുത്തരെ കുറിച്ചിട്ട് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരുടെ പേരെടുക്കുക, വിളിക്കുക,
അങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നല്ല. നമ്മൾ കണ്ട കൂടിക്കാഴ്ചയിൽ നമ്മുടെ സംസാരവും അവരുടെ സംസാരവും ഒക്കെ കേട്ട് ആ ഓർമ്മകൾ, ആ അനുഭവങ്ങൾ, കണ്ണു നിറച്ച ഓർമ്മകൾ, ഇതെല്ലാമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തായാലും സർവശക്തൻ്റെ അനുഗ്രഹത്താൽ 50,000-ഓളം പേർ, ഇത് സാഹിത്യവും കലയുമാണ്, കണ്ടവരെ കുറിച്ചിട്ടാണ്, ജീവിച്ചിരുന്നവരും കടന്നുപോയവരെക്കുറിച്ചും എൻ്റെ അനുഭവത്തിലൂടെ, എൻ്റെ വീക്ഷണത്തിലൂടെ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വിനയത്തോടു കൂടി തന്നെ പറയട്ടെ, ധാരാളം പേർ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഈ പരമ്പര വീണ്ടും തുടരുകയാണ്. 101-ാമത്തെ എപ്പിസോഡ് കവി ഡി വിനയേന്ദ്രനെക്കുറിച്ചും, 102-ാമത്തെ എപ്പിസോഡ് പ്രശസ്ത നോവലിസ്റ്റ് എം മുകുന്ദനെക്കുറിച്ചും, 103-ാമത്തെ എപ്പിസോഡ് പ്രശസ്ത ചെറുകഥാകൃത്ത് ടി പത്മനാഭനെക്കുറിച്ചും ആണ്. അങ്ങനെ ഈ പരമ്പര തുടരുകയാണ്. എല്ലാവരും കാണുക. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ രേഖപ്പെടുത്തുക. ഇത്രയും എനിക്ക് തരുണത്തിൽ പറയാനുള്ളൂ. ഇത് കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപ്പറ്റി നിങ്ങൾ ചിന്തിക്കുമല്ലോ. വളരെ വിനയത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. സർവശക്തൻ അനുഗ്രഹിച്ചാൽ 2 ചിത്രങ്ങളും വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയായി ജനഹൃദയങ്ങളിലെത്തും എന്ന് കരുതുന്നു. പിന്നീട് സിനിമ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചിന്തയ്ക്ക് വിടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടേതായിട്ടുള്ള ഒന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം വേറെയാണല്ലോ. അതിനുള്ള പരിശ്രമങ്ങളാണ്. ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും ക്യാമറ എടുക്കുക, വയ്ക്കുക, ഷൂട്ട് ചെയ്യുക എന്നുള്ളതല്ല. അതിൻ്റെ ചുറ്റും അതിൻ്റെ ഫ്രെയിംസ് ഭംഗി, അതിൻ്റെ വേണ്ട ഒരുക്കങ്ങൾ, കോസ്റ്റ്യൂംസ്, അങ്ങനെ എഴുതി തയ്യാറാക്കൽ, അങ്ങനെ ഓരോന്നിനും 2, 3, 4 ദിവസത്തെ അശ്രാന്ത പരിശ്രമമുണ്ട്. പിന്നെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുക. ഏതായാലും ഈ പ്രോഗ്രാം കാണുകയും വിജയിപ്പിക്കുകയും എല്ലാം നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും തെറ്റും ശരിയും ചൂണ്ടിക്കാണിച്ചതിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് 101-ാമത്തെ എപ്പിസോഡ് താമസമിന നിങ്ങളുടെ അടുത്തെത്തും. എത്രയും സ്നേഹത്തോടെ വിനയത്തോടെ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. നന്ദി, നമസ്കാരം.